മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് US യുദ്ധക്കപ്പലുകളുടെ വർദ്ധിച്ചുവരുന്ന ചലനമാണ്. നേരത്തെ തന്നെ അമേരിക്കയുടെ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിന് സംരക്ഷണം നൽകാനായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവയേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതുവരെയും ഈ പേർഷ്യൻ ഗൾഫ്, മെഡിറ്ററേനിയൻ കടൽ, ചെങ്കടൽ ഇവിടങ്ങളിൽ ഒരുപാട് അമേരിക്കയുടെ അന്തർവാഹിനി കപ്പലുകളുടെ പ്രവർത്തനം ഉണ്ടെന്ന് പറഞ്ഞാലും അമേരിക്ക ഇതിനെക്കുറിച്ച് എവിടെയും തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. ഈ സ്ഥലത്ത് ഞങ്ങളുടെ സബ്മറൈൻ ഉണ്ട്, ഈ സ്ഥലത്ത് ഞങ്ങളുടെ സബ്മറൈൻ ഫ്ലീറ്റ് ആക്റ്റീവ് ആണ്, ഇങ്ങനെ ഏതൊരു വിവരവും പുറത്ത് പറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം ഈ സബ്മറൈൻസ് ഒരു ഒഫൻസീവ് ഓപ്പറേഷന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൽ നമ്മളൊരു സർപ്രൈസ് അറ്റാക്ക് നടത്തണം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രൈക്ക് നമ്മൾ ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഈ സബ്മറൈൻസിന്റെ ഉപയോഗം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു ക്രൂയിസ് മിസൈലിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് നമ്മളെ കൊണ്ട് ഈസിയായി കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ കടലിനടുത്ത് ഒരു സബ്മറൈൻ, ഒരു 20-30 കിലോമീറ്റർ ദൂരത്തിൽ കടലിനടിയിൽ ഒരു സബ്മറൈൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മളെ കൊണ്ട് അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത്രയും രഹസ്യമായി ഈ സബ്മറൈൻസിനെ കൊണ്ട് ഒരു നാടിനെ തന്നെ അസ്ഥിരപ്പെടുത്താൻ കഴിയുന്ന വിധം ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സബ്മറൈനാണ് അമേരിക്കയുടെ USS ജോർജിയ. ഇത് ഒഹിയോ ക്ലാസ് ഗൈഡഡ് മിസൈൽ സബ്മറൈൻ എന്ന് പറയാം. അങ്ങനെ ഒരു സബ്മറൈനെ ഞങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അയക്കാൻ പോകുന്നു. മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിന് സംരക്ഷണം നൽകാനായി ഈ സബ്മറൈൻ കളമിറങ്ങുമെന്ന് അമേരിക്ക ഒരു അറിയിപ്പ് നൽകി. ഇത് ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള പ്രശ്നം എത്രയും പെട്ടെന്നൊരു യുദ്ധമായി രൂപം പ്രാപിക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയായി ലോകം കാണുന്നു. കൂടാതെ നോർത്തേൺ ഭാഗങ്ങളിൽ ഹെസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡ് പോസ്റ്റ് കൂടാതെ ആർമിയുടെ 146 ഡിവിഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുഴുവനായും നശിപ്പിച്ചുവെന്ന് ഹിസ്ബുള്ള ഒരു വീഡിയോയും പബ്ലിഷ് ചെയ്തു. ഈ ഒരു ആക്രമണം ഇസ്രായേലിന്റെ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അസർബൈജാൻ, ജോർജിയ ഭാഗങ്ങളിലുള്ള അവരുടെ സൈനികരെ എല്ലാവരും ഇസ്രായേൽ ഇപ്പോൾ റീകോൾ ചെയ്യാൻ തുടങ്ങി. ഉടൻ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരിക, നിങ്ങളുടെ സേവനം നമ്മുടെ നാടിനിപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞ് പല വിവരങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ആദ്യം അറിയണം. കഴിഞ്ഞ 24 മണിക്കൂറിൽ വളരെ മോശമായ സാഹചര്യം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ, പ്രധാനമായും സതേൺ ലെബനിലുള്ള റീജിയൻസിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം തീവ്രമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും എക്സാക്ട് ഏതൊക്കെ സ്ഥലത്താണ് ഇവർ ഒത്തുകൂടുന്നത്, എവിടെയാണ് അവരുടെ മിസൈൽ ലോഞ്ച് സൈറ്റ് ഉള്ളത്, ഇങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയിൽ ആക്രമണം നടത്താൻ തുടങ്ങി. ഇതിൽ ഹിസ്ബുള്ളയുടെ 2 ഫൈറ്റേഴ്സിനെയും ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു വിവരവും ഹിസ്ബുള്ള പുറത്തുവിട്ടു. ഇപ്പോൾ ഗാസയിലെ സ്കൂളിൽ ഒരു ആക്രമണം നടത്തി, അതിൽ 100 പേരോളം മരിച്ചുവെന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു. അതിനുള്ള തിരിച്ചടി ഇപ്പോഴും ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതായി പറയുന്നു. 30 കത്യൂഷ്യ റോക്കറ്റ്, ഇത് റഷ്യൻ മെയ്ഡ് റോക്കറ്റ് ആണ്, റഷ്യയുടെ ഒരു വെപ്പണാണ്. അത് ഇറാനിൽ പോവുകയും ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയുടെ ആർസനിൽ കൂടുതലുള്ള ഒരു റോക്കറ്റ് കൂട്ടമായി ഇത് മാറിയിട്ടുണ്ട്. അതിൽ ഏകദേശം 40-ൽ കൂടുതൽ റോക്കറ്റ്സിനെ ഇസ്രായേലിന്റെ പൊസിഷൻസിനെ നോക്കി. ചോട്ടാ ടൗൺ, ഇത് നഹാരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തുള്ള ഇസ്രായേലിന്റെ 146 കമാൻഡ് ഡിവിഷൻ യൂണിറ്റ് ഹെഡ്ക്വാർട്ടർ ഉണ്ട്, ആർമിയുടെ ഹെഡ്ക്വാർട്ടർ യൂണിറ്റ് ആണ്. അതിൽ ഈ 40 മിസൈൽസിനെയും അയക്കുകയും വളരെ ഭീകരമായ ഒരു ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിൽ ആ ഹെഡ്ക്വാർട്ടേഴ്സിനെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഹിസ്ബുള്ള ഒരു വീഡിയോയും പബ്ലിഷ് ചെയ്തു. ആ വീഡിയോ വന്നതിന് ശേഷം അത് ഒരു സെൻസിറ്റീവ് കാര്യമായി മാറാൻ തുടങ്ങി. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വീഡിയോ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിന് ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? കാരണം ഇപ്പോൾ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ 40-ൽ കൂടുതൽ റോക്കറ്റ്സ് ഫയൽ ചെയ്തു, 146 ഹെഡ്ക്വാർട്ടേഴ്സിനെ മുഴുവനായും നശിപ്പിച്ചുവെന്നും അതിന്റെ വീഡിയോ പബ്ലിഷ് ചെയ്തു. എന്നാൽ ഇതിന് ഇസ്രായേലിന്റെ പ്രതികരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും ഒരു റോക്കറ്റ് ബാരേജിന് അകത്തേക്ക് വന്നു. ഒരു മഴ പോലെയാണ് റോക്കറ്റ്സ് നോർത്തേൺ ഭാഗങ്ങളിൽ ഇസ്രായേലിലേക്ക് അവർ അയച്ചത്. അതിൽ 30-ൽ കൂടുതൽ മിസൈൽസിനെ ഞങ്ങൾ ഡിഫൻഡ് ചെയ്തു എന്ന് ഒരു കാര്യം അവർ പറഞ്ഞു. അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റേഴ്സ് ചില സ്ഥലങ്ങളിൽ അകത്തേക്ക് വന്ന റോക്കറ്റ്സിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ അവിടെയുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്സിൽ ഒരു കാര്യം വ്യക്തമാണ്. 30-ൽ കൂടുതൽ റോക്കറ്റ്സ്, 1-2 അല്ല, 30-ൽ കൂടുതൽ റോക്കറ്റ്സ് താഴെ വീണു. അതിന് ഇമ്പാക്റ്റും സൃഷ്ടിച്ചു. 2 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മുഴുവൻ വീഡിയോ ഇമേജസും ഒരുപാട് ഓൺലൈൻ മീഡിയാസിൽ പുറത്തുവരാൻ തുടങ്ങി. അറബ് മീഡിയാസിൽ മാത്രമല്ല, അൽ ജസീറ, റോയിറ്റേഴ്സ്, വീണ്ടും ഒരുപാട് BBC പോലുള്ള എല്ലാ നെറ്റ്വർക്കിലും ഈ റോക്കറ്റ് കാരണം ഉണ്ടായ ആപത്ത്, നശീകരണം പുറത്തു കാണിക്കാൻ തുടങ്ങി. അയൺ ഡോം ഇന്റർസെപ്റ്റ് ചെയ്തത് വെറും 10 മിസൈലിനെ മാത്രമാണ്. മറ്റു 30 മിസൈലും ആ സ്ഥലത്ത് വീണ് കൂടുതൽ നാശനഷ്ടങ്ങൾ, കുറവൊന്നുമല്ല, കൂടുതൽ നാശനഷ്ടങ്ങൾ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കി. ഇതിന്റെ കാഷ്വാലിറ്റി കൗണ്ട് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിട്ടില്ല. അതേസമയം ഹെസ്ബുള്ളയും പറഞ്ഞില്ല. ഓരോ തവണയും ഹെസ്ബുള്ള ആക്രമിക്കുമ്പോൾ ഇത്ര പേർ മരിച്ചു എന്ന കാര്യം കൂടെ പറയും. എന്നാൽ ഇത്തവണ ഇവിടെ ആക്രമിച്ചു, ആ ക്വാർട്ടേഴ്സിനെ നശിപ്പിച്ചു.
അതിന്റെ പ്രത്യാഘാതം ഇസ്രായേൽ നേരിടും എന്നുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മരണനിരക്കിനെ കുറിച്ച് അവർ പറഞ്ഞില്ല. അടുത്തു വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇസ്രായേൽ പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാക്കാം. എന്നാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് വലുതായി ഒന്നും സംസാരിക്കില്ല. ഇതിനിടയിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഒരു പ്രസ് മീറ്റ് നൽകി. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സുഹൃത്താണ്. അങ്ങനെയുള്ള ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ കടമയാണ്. ഇക്കാര്യത്തിൽ അമേരിക്കയെ ഏതൊരു രീതിയിലും പിന്തിരിക്കാൻ സാധിക്കില്ല. ഇസ്രായേലിന് ആവശ്യമായ എല്ലാ സെക്യൂരിറ്റി അസിസ്റ്റൻസും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അങ്ങനെ നൽകിയത് മാത്രമല്ല, ഇത്തവണ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ സബ്മറൈൻ അവിടെ കളമിറങ്ങാൻ പോകുന്നു. അമേരിക്കയുടെ USS ജോർജിയ, ഞാൻ നേരത്തെ പറഞ്ഞ ഒഹിയോ ക്ലാസ് ഗൈഡഡ് മിസൈൽ സബ്മറൈൻ, ആ സബ്മറൈൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മെഡിറ്ററേനിയൻ കടലിൽ ഇസ്രായേലിന് സംരക്ഷണം നൽകാനായി അവിടെ നിലയുറപ്പിക്കുമെന്ന ഒരു അറിയിപ്പ് നൽകി. കൂടാതെ USS എബ്രഹാം ലിങ്കൺ, കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്, ഈ മുഴുവൻ സ്ട്രൈക്ക് ഗ്രൂപ്പും ഇപ്പോൾ ഇസ്രായേലിന് ഫേവറായി, ഇസ്രായേലിന് സപ്പോർട്ടായ ജോലികൾ നടത്താനായി മെഡിറ്ററേനിയൻ കടലിനെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു. സബ്മറൈനെ സംബന്ധിച്ച് ഇതൊരു സാധാരണ കാര്യമേ അല്ല. കാരണം ഈ ഒരു സബ്മറൈനിൽ നിന്നും മാത്രം 154 ടോമോ ക്രൂയിസ് മിസൈൽ, ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അമേരിക്ക കൊണ്ട് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത് എത്രത്തോളം വലുതെന്ന് നോക്കിയാൽ ഒരു നഗരത്തെ മുഴുവനും ഇല്ലാതാക്കാൻ, ന്യൂക്ലിയർ അറ്റാക്ക് ഇല്ലാതെ തന്നെ ഒരു നാടിനെ നശിപ്പിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സബ്മറൈൻ ഉപയോഗിച്ചാൽ മാത്രം മതി. ലബനന്റെ തെക്കൻ ഭാഗങ്ങളിൽ കൂടുതൽ ഭാഗങ്ങളെയും ഒന്നുമല്ലാതെ തരിശു ഭൂമിയാക്കാൻ ഈ മിസൈൽസിനെ കൊണ്ടൊക്കെ സാധിക്കും. കാരണം ഈ സബ്മറൈനിൽ നിന്നും 7 ഗ്രൂപ്പ്സിൽ നിന്നും മൊത്തത്തിൽ 154 ടോമോ ക്രൂയിസ് മിസൈൽസിന് ഇവരെ കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പിലും 22 റോക്കറ്റ്സ് എന്ന വണ്ണം 7 ഗ്രൂപ്പിൽ നിന്നും മൊത്തത്തിൽ 154 ടോമോ ക്രൂയിസ് മിസൈൽസ് ഇവരെ കൊണ്ട് ഫയർ ചെയ്യാൻ സാധിക്കും. അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സബ്മറൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ പ്രഷർ ഹമാസിനും ഹെസ്ബുള്ളയ്ക്കും ഇറാനും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റായി നൽകിയതിലൂടെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയും കരുതാം. കാരണം ഇത്രയും ദിവസം അവരുടെ സബ്മറൈൻസ് അവിടെ ഉണ്ടായിരുന്നു, ആർക്കും അറിയില്ല. എന്തിന് നമ്മുടെ ഇന്ത്യൻ കടൽ ഭാഗങ്ങളിൽ പോലും ഏത് സ്ഥലങ്ങളിൽ വേണമെങ്കിലും സബ്മറൈൻസ് ഉണ്ടാകാം. എന്നാൽ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമല്ല. അപ്പോ ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും അമേരിക്ക അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ ഇറാന്റെ അറ്റാക്ക് റിട്ടാലിയേഷൻ ചെയ്യണമെന്നതിനു വേണ്ടി, അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണം, അല്ലെങ്കിൽ ഇറാന്റെ അറ്റാക്ക് കപ്പാസിറ്റി കുറയ്ക്കണമെന്നതിനു വേണ്ടി ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആയിട്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. എന്നാൽ ഇത് തുറന്നു പറഞ്ഞതിലൂടെ ഒരു സാധാരണ കാര്യമല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്തോ ഒരു വലിയ കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത് ഇതെല്ലാം വ്യക്തമായി കാണിക്കുന്നുണ്ട്. കൂടാതെ UK, ഫ്രാൻസ്, ജർമ്മനി, ഈ 3 നാടുകളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രൈം മിനിസ്റ്റർ എല്ലാവരും ചേർന്ന് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലവർ പറഞ്ഞത് ഇറാൻ റിട്ടാലിയേഷൻ ചെയ്യാൻ പാടില്ല. ഇറാൻ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു ആക്രമണം റിവെഞ്ച് അറ്റാക്ക് ചെയ്താൽ മിഡിൽ ഈസ്റ്റിലുള്ള സമാധാനം അവിടെ നശിക്കും. മിഡിൽ ഈസ്റ്റിൽ ഇതിനുശേഷം സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഞങ്ങളെ കൊണ്ട് സഹിക്കാനാകില്ല. ഇതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായും ഉണ്ടാകും. അത് ഒരു സമാധാനം കൊണ്ടുവരാനാണ് എന്നും പറഞ്ഞു. ഇങ്ങനെ ഇറാനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. അതായത് ഡയറക്റ്റ് ഇവർ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഏതൊരു നാടിന് വേണമെങ്കിലും ആക്രമിക്കാം, അവരുടെ നാടിനുള്ളിൽ തന്നെ ചാരന്മാരെ അയച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ തിരിച്ച് ഞങ്ങൾ ആക്രമിക്കും. ഞങ്ങളുടെ പരമാധികാരം ഇതുവരെ നഷ്ടമായി, ഞങ്ങൾക്കിത് കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു നാട് റിവഞ്ച് ചെയ്യണമെന്നൊരു പദ്ധതി ഇട്ടാൽ, അത് ഇറാൻ എന്നല്ല ഏതൊരു നാടായാലും ഒരു പദ്ധതി ഇട്ടാൽ ഇവർ കാരണമാണ് ഇവിടെ സമാധാനം നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞ് ഒരു വലിയ ലേബൽ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും. അതുപോലെയാണ് ഇറാനിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നാളെ ഇതുപോലൊരവസ്ഥ ഇന്ത്യക്കും വന്നു എന്നിരിക്കാം. പാകിസ്ഥാൻ കാരണം ഒരു പ്രശ്നം, ചൈന കാരണം ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യയിൽ നിന്നും അവിടെ ചെയ്യാൻ സാധ്യത വരുമ്പോൾ, നമ്മൾ പദ്ധതി ഇടുമ്പോൾ, അപ്പോഴും ഇതുപോലുള്ള നേതാക്കൾ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രഷർ ഇന്ത്യക്കും നൽകും. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ത്യക്കും ഒരു പാഠമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇറാൻ ഇതെല്ലാം കേൾക്കുമോ, അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണം ഇസ്രായേലിൽ നടക്കാതെ അവസാനിക്കുമോ, അല്ലെങ്കിൽ അവർ നടത്തില്ല എന്ന് ചോദിച്ചാൽ എല്ലാ പോസിബിൾ വേസിലും IRGC ഒരുങ്ങുകയാണ്. ഇറാനുള്ളിൽ ചില പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരുന്നാലും IRGC ഒരു കാര്യം കൺഫേമായി പറഞ്ഞു, ഞങ്ങൾ നടത്താൻ പോകുന്ന ആക്രമണം ഇസ്രായേൽ തീർച്ചയായും ഉണ്ടാകും, അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് അവർ വ്യക്തമായി പറഞ്ഞു. എന്നാൽ ഇതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹിസ്ബുള്ളയുടെ വീഡിയോ ആണ്. ഒരു 3 മിനിറ്റ് വീഡിയോ അവർ റിലീസ് ചെയ്തു. ഗ്രൗണ്ട് ട്രൂപ്സിനെ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ഫൈറ്റേഴ്സിനെ അകത്തേക്ക് അയക്കുകയും അവരുടെ ഗ്രൗണ്ട് പൊസിഷൻസിനെ എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ ഡിഫൻസ് വീക്കായി എന്നുള്ളത് അനലൈസ് ചെയ്ത് ഒരു വീഡിയോ റിലീസ് ചെയ്തു. അപ്പോ എത്രയും പെട്ടെന്ന് ഹിസ്ബുള്ള ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ഇവിടെ ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണോ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഉക്രൈൻ അകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തീർച്ചയായും അകത്തേക്ക് വന്ന് വീണ്ടും കൂടുതൽ ഇസ്രായേൽ സൈനികരെ ഹിസ്ബുള്ള ക്യാപ്ചർ ചെയ്യാൻ പോകുന്നുവെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് റഷ്യയെ നോക്കുകയാണെങ്കിൽ അവസ്ഥ വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു 22ൽ കൂടുതൽ സെറ്റിൽമെന്റ്സ് ഉക്രൈൻ ക്യാപ്ചർ
ചെയ്തുവെന്ന് റഷ്യയുടെ നേതാവ് പുടിൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി. കൂടാതെ എമർജൻസി മീറ്റിംഗ് നടത്തി, ഹൈ ലെവൽ എമർജൻസി മീറ്റിംഗ് നടത്തി. റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ, റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഇവർക്കെല്ലാം നടുവിൽ വളരെ പ്രധാനപ്പെട്ട സൈനിക അധികാരികൾ എല്ലാവരും ക്രെംലിനിൽ മീറ്റിംഗ് നടത്തുന്നു. എത്രയും പെട്ടെന്ന് റഷ്യ ഒരു ഫുൾ സ്കെയിൽ വാർ, ഈ മീറ്റിംഗിനെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ എത്രയും പെട്ടെന്ന് റഷ്യ ഉക്രൈനിൽ ഒരു ഫുൾ സ്കെയിൽ വാർ തുടങ്ങാനുള്ള സാധ്യത ഉണ്ടായിരിക്കുമെന്ന്, അതായിരിക്കും ഈ മീറ്റിംഗിലൂടെ ചർച്ച ചെയ്യുന്നതെന്നും പലരും സംസാരിക്കാൻ തുടങ്ങി. കാരണം റഷ്യ ഇപ്പോൾ ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്നതിനപ്പുറം ഒരു ഫുൾ സ്കെയിൽ വാറായി തുടങ്ങാനുള്ള മീറ്റിംഗ് ആയിരിക്കും ഇത് എന്ന് റഷ്യയിൽ നിന്നുള്ള ചില മീഡിയാസ് വഴി വിവരം പുറത്തു വന്നു. ഇതിൽ പുടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് വളരെ ശ്രദ്ധയാകർഷിച്ചത്. ഉക്രൈൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചടി ഞങ്ങൾ നൽകും, തീർച്ചയായും ഒരു ഉത്തരം നൽകും. ഉക്രൈനെ ആക്രമിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞു. അപ്പോൾ റഷ്യ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.